കണ്ട് നിങ്ങൾ സംസം വെള്ളം കൊണ്ടുപോകുന്നുണ്ടോ? ഈ പൈപ്പ് ഉപയോഗിച്ചിട്ട് അവർ നിറക്കുന്നത്. അസ്സലാമു വറഹ്മത്തുള്ളാഹി നൗഫലാണ്. അപ്പോൾ മദീനത്ത് പള്ളിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സംസം ഒരുപാട് എടുക്കാനുള്ള ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ലൊക്കേഷൻ പറഞ്ഞുതരാം, അതുപോലെ തന്നെ ടൈമിംഗ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് മസ്ജിദുൽ ഗമാമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ പരിസരത്തായിട്ട് ചെറിയ ചെറിയ പള്ളികൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതായത് ബാബുസലാം ഗേറ്റിൻ്റെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്ന് ഈ ഒരു ചെറിയ ചെറിയ പള്ളികളുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഗേറ്റാണ് 310. ഈ 310 ഗേറ്റിൻ്റെ അവിടെ ഒരു ഡിസ്പ്ലേ കണ്ടോ? ഈ ഡിസ്പ്ലേയുടെ വലതുവശത്ത് കൂടെ ആണുങ്ങൾക്കും അതിൻ്റെ ഇടതുവശത്ത് കൂടെ സ്ത്രീകൾക്കും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും കേട്ടോ. അതായത് സംസം നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, പക്ഷേ അതിന് ടൈമിംഗ് ഉണ്ട്. അതായത് രാവിലെ 8 മണി മുതൽ 10 മണി വരെയും, അതുപോലെ തന്നെ വൈകുന്നേരം 4:30 മുതൽ 6 മണി വരെയും, പിന്നെ രാത്രിയാണെന്നുണ്ടെങ്കിൽ 9 മണി മുതൽ 11 മണി വരെയാണ് ഈ ടൈം. ഈ സമയത്ത് നമുക്കിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആളുകൾ കൊണ്ടുപോകുന്ന പോലെ നമുക്ക് എത്ര ബോട്ടിൽ വേണമെങ്കിലും സംസം ഫ്രീ ആയിട്ട് എടുക്കാം. അപ്പോൾ കുറച്ച് ആ ഒരു സമയത്ത് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ തിരക്കുകൾ ഉണ്ടാവില്ല. എന്തായാലും അത്യാവശ്യം പൈപ്പും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും വന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്ര ബോട്ടിൽ എടുക്കേണ്ടത്, എത്ര കന്നാസുകൾ ആയിട്ട് എടുക്കണം, അതൊക്കെ നിങ്ങളിഷ്ടം. നിങ്ങൾക്ക് വന്നത് കണ്ട ഒരുപാട് ബോട്ടിലുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും പൈപ്പുകളുണ്ട്. ഇത് കണ്ടോ, ഇയാൾ എടുക്കുന്നത്, ഒരാൾ കൊണ്ടുപോകുന്നത് കണ്ടോ. സത്യം പറഞ്ഞാൽ പലർക്കും ഈ സ്ഥലം അറിയില്ല. പള്ളിയിലേക്ക് വന്നിട്ട് നമ്മളിങ്ങനെ നിസ്കരിക്കുക, തിരിച്ചു പോവുക എന്നല്ലാതെ നമ്മൾ ഈ പള്ളിയുടെ പരിസരമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചിങ്ങനെ നമ്മൾ കറങ്ങി നോക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട, നിങ്ങൾ അറിയാത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പേജ് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക.